വെൽക്കം ടു മൈ ചാനൽ ആർട്ട് വിത്ത് സതിജ. ഹിയർ വി വിൽ ഡിസ്കസ് ഓൾ അബൌട്ട് ആർട്ട്. ആർട്ട് ഇഷ്ടമെന്ന എല്ലാവർക്കും വേണ്ടി ട്യൂട്ടോറിയൽസും കുറച്ച് മോട്ടിവേഷൻസും തെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉള്ളൊരു ചാനലാണിത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലബൂബു എന്ന് പറയുന്ന ഒരു ക്രീപ്പി പാവയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പാവ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഇതൊരു വലിയ ഭംഗി അങ്ങനെയുള്ള ഒരു ടൈപ്പല്ല, ഒരു നോട്ടി ക്രീപ്പി പാവയായിട്ട് അത് കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു നോക്കി, എന്താണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിൻ്റെ ലൈറ്റായിട്ടുള്ള സ്കെച്ചാണ് ചെയ്യുന്നത്. ഞാൻ പെൻസിൽ കൊണ്ടാണ് ആദ്യം തന്നെ സ്കെച്ച് പിൻട്രസ്റ്റിൽ നിന്ന് ഒരു 1-2 പടം നോക്കിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇത് പല കളറിലുണ്ട്, ഞാനിവിടെ പിങ്ക് കളറിലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വാട്ടർ കളറിൽ കളറ് കൊടുക്കുക ചെയ്യണത്. ഫസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചിട്ട് ഇൻസൈഡ് വീണ്ടും സർക്കിൾ വരച്ച് ഒരു താഴെ യുവോ, ഇത് രണ്ടുമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഷേപ്പ് വരുന്നത്. ഈ ഷേപ്പ് വരച്ച ശേഷം നമ്മൾ പയ്യെ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്താണ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിനകത്ത് കഥ എന്താണെന്ന് നോക്കാമേ. ഈ പാവയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സ്റ്റോറികളൊക്കെയാണ് ഓരോ ഇതിലും ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് കുറച്ച് കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും കുറച്ച് കേട്ടിട്ട് കുറച്ചുകൂടി ജെന്യുവൻ ആണെന്ന് തോന്നിയൊരു കഥയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കഥകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. ഇതിനകത്ത് ഇത് ലബൂബിൻ്റെ കഥ പറയുമ്പോൾ ഇതിനകത്ത് 2 ആൾക്കാരെ നമ്മൾ ഓർക്കണം. ഒന്ന് വാങ്ലിൻ എന്ന് പറഞ്ഞ ഒരാളും രണ്ടാമത്തെ ആൾ കാസിങ് ലങ് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരനാണ്. മറ്റേ ആൾ ഒരു ടോപ്പ് മാർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ എന്താ ടോയ്സൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു, ഇപ്പം അത് വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടോയ് കമ്പനിയുടെ ഓണറുമാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇപ്പം ഇത്രയും ലബൂബിനെ ഇത്രയും എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തത് ഇവരാണ്. ഈ വാങ്ലിങ് എന്ന് പറഞ്ഞ ആൾ ഹോങ്കോങ്ങിൽ ഉള്ള ഒരു ടോയ് ഉണ്ടാക്കുന്ന ഒരു വിൽക്കുന്ന ഒരു ടോയ് മാർട്ടിൻ്റെ ഓണറാണ്. പുള്ളി ഇങ്ങനെ ഇങ്ങനെ ചെറിയ പാവകളൊക്കെ ഇങ്ങനെ വിൽക്കാനും അങ്ങനെ കുറേ ഒരു ടോയ് ഷോപ്പ് പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി പോലെ ഇത് വെച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ പാവ മാത്രമല്ല വലിയ ആൾക്കാർക്കും പാവ വിൽക്കും. അപ്പോൾ ഈ പാവ വിൽക്കുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്ററി ബോക്സിൻ്റെ അകത്താക്കിയാണ് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ പാവ ഏതാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് വാങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു ഇത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അതാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഇത് വലിയ രീതിയിലൊന്നും ആദ്യമൊന്നും ആരും അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ വലിയ ആൾക്കാരിങ്ങനെ പാവ വാങ്ങുമോ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. ഇതോടൊപ്പം പറയേണ്ട വേറൊരാളുണ്ട്. കാസിങ് ലങ് എന്ന് പറഞ്ഞൊരു ചിത്രകാരനുണ്ടായിരുന്നു. ആളീ നാടോടി കഥകളിൽ റിലേറ്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെയാണ് കൂടുതൽ പറയുക. പിക്ചർ ബുക്ക് ഇല്ലസ്ട്രേഷനൊക്കെ പോലെ കഥ ബുക്ക് അങ്ങനത്തെ വരച്ചുകൊണ്ടുള്ള പടങ്ങളുള്ള ബുക്കുകളായിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നെതർലാൻഡ്സ് വന്ന ശേഷമാണ് ഇങ്ങനെ ഈ നോസ് മെത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള കഥകളും നല്ല രസമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺസ്റ്ററും ഒരു ഫോറസ്റ്റിലെ മോൺസ്റ്റർ ജീവിക്കുന്നതും അവിടെ എന്ന് വെച്ചാൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പേടിക്കുന്ന ടൈപ്പ് അല്ല, ഒരു കൈൻഡും നോട്ടിയൊക്കെ ആയിട്ടുള്ള കുറേ മോൺസ്റ്റേഴ്സ് താമസിക്കുന്നതിൽ ഒരു മോൺസ്റ്റേഴ്സാണ് നമ്മൾ ഈ പറയുന്ന ലബൂബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിന് കഥയുടെ പേരിന് ദ മോൺസ്റ്റേഴ്സ് ട്രിലോഗി അങ്ങനെയാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് പേര്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ തന്നെ ലബൂബു പോലത്തെ ക്യാരക്ടറുണ്ട്. സിമോമോ, സ്പോക്കി, മൊക്കോക്കോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് പേരുകൾ. അപ്പം അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സും പയ്യെ ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കാണുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ക്യൂട്ട് ഫേസ് അല്ല, പക്ഷെ ഇതൊരു മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുണ്ട്. പക്ഷെ ഇതൊരു മോശം മോൺസ്റ്റർ അല്ല, ഒരു നല്ല മോൺസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യം പറഞ്ഞ വാങ്ലിങ്ങിൻ്റെ ടോയ് കമ്പനിയിൽ അവർ നമ്മളിങ്ങനെ ഒരു മിസ്റ്ററി പോലെ ഒരു ബോക്സ് വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരു ഇതെടുക്കില്ലേ, കളിപ്പാട്ട് എടുക്കുമ്പോൾ അത് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഈ നമ്മുടെ കാസിങ് ലങ്ങിൻ്റെ
ഈ മോൺസ്റ്ററും അതായത് ലബൂബിനെയും കൂടി ചേർത്തിട്ടാണ് അവർ പിന്നെയും തുടങ്ങി എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മോൺസ്റ്റർ തന്നെ പല ടൈപ്പ് പല കളേഴ്സിലുണ്ട്. ലബൂബ് പല കളേഴ്സിലുണ്ട്. ആക്ച്വലി ഇത് തുറക്കുമ്പോൾ മാത്രമേ ഇത് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ നല്ല ആയിട്ട് എല്ലാവരുടെയും ഭയങ്കരമായിട്ട് അങ്ങ് ജനകീയമായി. ആൾക്കാരെല്ലാം ഇത് വാങ്ങിച്ചു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് ഇത് സെയിൽ നടന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 10 ഇതിൻ്റെ ഒരു ലേലം നടന്നു എന്നാണ് പറയണേ. അതിനാണ് 1.42 crore വിലയ്ക്കാണ് പോയത്. അത്രയും ജനകീയമായി ഇത്. ഫിലിം സ്റ്റാർസൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ മിനിയേച്ചർ വെച്ചിട്ട് ബാഗിൽ തൂക്കിയിടാനും പിന്നെ ഇത് ചില ആൾക്കാർ ഒരു കളക്ഷൻ പോലെ ഇത് മേടിക്കുന്നു. ചില ആൾക്കാർക്ക് ഇതൊരു തെറാപ്പി പോലെ ഒരു മെൻ്റലി സ്ട്രെസ് റിലീഫാണെന്ന് പറയണു. പിന്നെ ചില ആൾക്കാർ റീസെല്ലിങ്ങിന് വേണ്ടി മേടിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വില ഇങ്ങനെ കൂടുന്ന കാരണം ആദ്യം വാങ്ങിച്ചത് പിന്നെ അവരത് റീസെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ പല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ആ ഒരു കമ്പനി തന്നെ ഭയങ്കരമായിട്ട് പോപ്പുലറായി ഈ ഒരൊറ്റ ലബൂബ് കാരണം. ആൾ ഇത്രയും വിരുദ്ധനാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ നോട്ടി ക്യാരക്ടർ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. മെയിൻലി ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ഭയങ്കര കോസ്റ്റ്ലിയാണിത്. പക്ഷേ ഇത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതെന്താണ് ഇതിൻ്റെ അകത്ത് നമുക്കറിയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഒരു ത്രില്ലെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഞാൻ നോക്കിയത്. അപ്പോൾ കേട്ടപ്പോൾ കൊള്ളാൻ തോന്നി. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് വരച്ച് നോക്കാമെന്ന് വെച്ച്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ സ്കെച്ചിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫൈൻ ഔട്ട്ലൈനർ കൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് പയ്യെ വേണമെങ്കിൽ അത് ഇതേപോലെ വേണമെങ്കിൽ വരച്ച് നോക്കാം കേട്ടോ. വരച്ച് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് പല കളേഴ്സിലുണ്ട് കേട്ടോ. പല കളേഴ്സിൽ ഇതുണ്ട്. ഞാനിപ്പോൾ മെയിനായിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് കളറിലാണ് ചെയ്ത് കൊടുക്കുന്നത്. വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ വാട്ടർ കളറിലാണ് കളർ പെൻസിൽ എടുക്കാമെന്ന് ആദ്യം വിചാരിച്ച് പിന്നെ ഞാനത് വാട്ടർ കളറിലാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ ഈ കഥയാണ് ഞാനിപ്പോൾ ജസ്റ്റ് അറിഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കഥ നിങ്ങൾക്ക് ലബൂബായിട്ട് റിലേറ്റഡ് ആയിട്ട് അറിയാമെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യണേ. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലബൂബിൻ്റെ കഥയും ലബൂബ് വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.